അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമുക്കൊരു ടോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സ്ട്രൈറ്റ് കട്ട് ടോപ്പാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പലാസോ സ്കേർട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, സ്കേർട്ട് പലാസോ, അതിൻ്റെ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ക്രേപ്പ് ലൈനിങ്ങും പിന്നെ ഇത് ഒരു സിൽക്ക് മെറ്റീരിയലാണ്. 1.5 മീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ സിൽക്ക് മെറ്റീരിയൽ നമ്മൾക്കൊരു ടോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ സ്കേർട്ട് പലാസോയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ടേ എപ്പോഴും പച്ച തന്നെയാണല്ലേ കാണിച്ചു തരുന്നത്. ഇതാ നോക്കി, ഇതാണ് നമ്മുടെ ടോപ്പ് കട്ട് ചെയ്തത്. ഇങ്ങനെ യോക്ക് പാട്ടും സ്കേർട്ട് പാട്ടും ആയിട്ടാണ് കട്ട് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മീറ്ററല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യണത്. അപ്പോൾ ദാ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴേക്ക് ദാ സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. കൈക്ക് ഇത്തിരി ജോയിൻറ്റ് വന്നിട്ടുണ്ട്. അടുത്തത് ഇതാ നോക്കി, താഴേക്ക് സ്ട്രൈറ്റ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതിലും ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് സൈഡ് ഓപ്പൺ ആയിട്ട് തന്നെ തയ്ക്കണം, എന്നാലാണ് സ്കേർട്ട് പലാസോയുടെ കൂടെ ഇടാൻ ഭംഗി ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാനിത് ഇട്ടിട്ടുള്ള ലുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊക്കെ ജോയിൻ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ജോയിൻ ചെയ്യുമ്പോൾ ലൈനിങ് അതല്ല തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വശത്ത് നല്ല സ്കേർട്ട് ബീഡ്സ് നല്ല വശം തന്നെ ചേർത്ത് വെക്കാം. അതായത് നമ്മുടെ സിൽക്ക് മെറ്റീരിയൽ അവിടെ തന്നെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. യോക്ക് പാട്ട് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് തുണിയുള്ളൂവെങ്കിൽ അത് വെച്ച് നല്ല ടോപ്പൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് അടിഭാഗത്ത് ആ ലൈനിങ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണൂല, നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മുടെ ബോഡി പാർട്ട് അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് എടുക്കുക. ലൈനിങ് നമ്മുടെ ആ യോക്ക് പാർട്ടിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഗൗൺ തയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിഴലടിക്കാത്ത തുണിയാണെങ്കിൽ മാത്രമാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. നിഴലടിക്കണമെങ്കിൽ ആ തയ്യൽ തുമ്പ് അപ്പുറത്തൂടെ കാണും. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിൽ ലൈനിങ്ങാണ് നമ്മൾ വെച്ചത്. നല്ല പീസിൻ്റെ മുകളിൽ നല്ല പീസും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ തയ്ക്കുന്നത് ഞാൻ കാണിക്കണില്ല, ഒരു ഐഡിയ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്പുകളും വേണമല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കണം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നാളെയാണ് കല്യാണം. അപ്പോൾ എല്ലാവരും പച്ച ഡ്രസ്സാണ്. എൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഇനി അതിന് ഒരു സ്കേർട്ട് പോലെ ചെയ്യാമെന്നൊക്കെയാണ് കരുതിയത്. ഇന്ന് പോയിട്ട് എടുക്കണം, എടുത്തിട്ട് വേണം അത് തയ്ക്കാൻ. അപ്പോൾ അതായത് ഇങ്ങനെ നീറ്റായിട്ട് അപ്പുറവും ഇപ്പുറവും നീറ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം അടിക്കണം. അതിന് ശേഷമാണ് സ്ലിറ്റ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിവശം നമുക്ക് അടിക്കാം. അതിന് ശേഷം നമ്മൾ സൈഡൊക്കെ കൂട്ടിയതിന് ശേഷം സ്ലിറ്റൊക്കെ അടിക്കുക. സ്ലിറ്റ് അടിക്കുന്നതായിട്ടില്ല, കഴുത്തൊക്കെ അടിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റൊക്കെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതും കൂടെ നമുക്ക് ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലൂടെയാണ് കേട്ടോ, റെക്കോർഡഡ് ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സിൽ ചേരാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ നാളെ വീഡിയോ ഉണ്ടാവില്ല. നാളെ ഞായറാഴ്ചയല്ലേ, അതുപോലെ കല്യാണം ഉണ്ട്. അപ്പോൾ ഇന്നലെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ തയ്ച്ചൊരു ഡ്രസ്സ് തന്നെയാണ് നമ്മൾ ഇട്ടത്. പക്ഷേ ഞാൻ ആ ഫോട്ടോ ഉൾപ്പെടുത്താൻ മറന്നുപോയി. അടുത്ത ദിവസം കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ അടിച്ച് നീറ്റാക്കി എടുക്കുക. ലൈനിങ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ആളുകൾക്കും ഈ മോഡലൊക്കെ ചെയ്യാം കേട്ടോ. താഴെ സ്കേർട്ട് പലാസോയോ സ്കേർട്ടോ ഒക്കെ ചെയ്തിട്ട് മുകളിൽ ടോപ്പ് കുറച്ച് ലെങ്ത്തിൽ ഇടണം എന്ന് മാത്രം. ലെങ്ത്തിൽ ടോപ്പ് വേണം കേട്ടോ. ഇറക്കം കുറഞ്ഞ ടോപ്പ് ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല. നല്ല ലെങ്ത്തിലുള്ള ടോപ്പ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ആ ഒരു മെത്തേഡാണിത്. അപ്പോൾ ദാ ഇതേപോലെ ഇങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കുക. നിങ്ങളിങ്ങനെ ബോഡി പാർട്ട് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചുരിദാർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ 1.5 മീറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചത് കൊണ്ടാണ് ഞാൻ ആ ബോഡി പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് റെഡിയാക്കി എടുത്തത്. അല്ലെങ്കിൽ തികയില്ല, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ ഒരു മോഡലൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഗ്രൂപ്പായിട്ടുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിലുള്ള എല്ലാവരും ഈ മോഡലൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണാനൊക്കെ ഭംഗിയായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയാണ് നിങ്ങളിതും കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് ലൈനിങ് ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ചുരിദാർ അടിക്കണേ ഞാൻ കാണിക്കണ്ടല്ലോ, എപ്പോഴും കാണിക്കണില്ല. സാധാരണ ചുരിദാർ അടിക്കണ പോലെ തന്നെയാണ് അടിക്കണത്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തന്നത്. ഓക്കെ, ലൈനിങ് അടിച്ച് കൂട്ടിയതിന് ശേഷം നെക്ക് വെക്കുക. സിബ് വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇതിന് സിബ് വെച്ചിട്ടില്ല. ചുരിദാറിന് നമ്മൾ സിബില്ലെങ്കിലും ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ ഗൗണല്ലല്ലോ ഇത്. അപ്പോൾ ദാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു എന്താ പറയുക ലേസ് വെച്ച് കൊടുക്കണം. എന്താ ബാക്കിൽ ഞാൻ ടക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഷേപ്പ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടക്ക് ഇട്ട് കൊടുത്തത്. തേച്ച് കഴിയുമ്പോൾ ഇത് നല്ല അടിപൊളിയാട്ടോ, നല്ല സിൽക്ക് മെറ്റീരിയലാണ്. അതാ ഈ ലേസ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ലേസാണ് അത്. ഇതാ ഇവിടെ ഇങ്ങനെ അരഭാഗത്ത് നമുക്ക് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വൺ സൈഡ് പ്രഷർ ഫുട്ടല്ലാതെ നോർമൽ ഫുട്ടിലൊന്ന് അടിച്ച് നോക്കിയത് കാണിച്ചു തരാട്ടെ. പക്ഷേ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അടിക്കാനായിട്ട്. പ്രഷർ ഫുട്ട് ഇട്ട് അടിക്കണം, വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ട് അടിക്കുകയാണെങ്കിൽ സുഖമാണ്. പിന്നെ തുടക്കത്തിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാനിങ്ങനെ അടിച്ചടിച്ചിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കല്ലുണ്ട് അതുമേ, അതുകൊണ്ടാണ് കേട്ടോ. സ്റ്റോണുള്ള ലേസൊക്കെ ആകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇത് ഇങ്ങനെ പിടിക്കുക. അതായത് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മെഷീനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാണ്. പിന്നെ ഞാനത് അഴിച്ചെടുത്തിട്ട് രണ്ടാമതത് ഞാൻ വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതാ ഇതേപോലെ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുക. കേട്ടോ, അടിക്കാൻ പറ്റണില്ല, അങ്ങനെ അടിക്കാൻ ശ്രമിക്കരുത് കേട്ടോ, മെഷീനും കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഫുട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം. ഇതെവിടെ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് അറ്റം വരെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ കയ്യിലും നമുക്ക് ഈ ലേസ് തന്നെ വെച്ച് കൊടുക്കാം. അതോടുകൂടി ആ ലേസ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല 9 മീറ്റർ വാങ്ങിച്ചതായിരുന്നു ഒരു റോളെന്ന് പറയുന്നത് 9 മീറ്ററാണ്. നമുക്കങ്ങനെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലേ ഭയങ്കര ലാഭത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ലേസൊക്കെ വെച്ച് അടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മീറ്റർ കണക്കിന് കടകളിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര എമൗണ്ട് ആവുന്നുണ്ട് കേട്ടോ. ഒരു മീറ്ററിന് 200 സംതിങ് 100 സംതിങ് വരുന്നുണ്ട്. ഇത് 9 മീറ്ററിന് എന്തോ 350 രൂപ 400 രൂപ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റേറ്റൊക്കെ മറന്നുപോയി. 400 രൂപയാണെന്ന് തോന്നുന്നു. 9 മീറ്ററിന് അത്രയേ വരണുള്ളൂ. ഇത് അല്ലെങ്കിൽ 100 ചില്ലറ 1 മീറ്ററിന് വരുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. തേച്ചിട്ടില്ല കേട്ടോ, തയ്ച്ച് കഴിഞ്ഞുള്ളൂ. എന്താ നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി അവൾ ഇടിപ്പിച്ച് നോക്കിയാൽ സിയാമോൾ വന്നിട്ടുണ്ടായിരുന്നു. സ്കേർട്ട് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഫോട്ടോ എടുത്തേനായിരുന്നു. ഞാൻ എന്തായാലും നാളെ അവൾ റെഡി ആയി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി വിശേഷവും വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷായ്സ് കിച്ചണിൽ ഇടാം. നാളത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ ഞാൻ ഷായ്സ് കിച്ചണിൽ ഇടാം കേട്ടോ. അതിൻ്റെ അകത്ത് നൈറ്റി സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. താങ്ക്